ഹായ് ഫ്രണ്ട്സ്, ഹൈടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബാത്റൂം പ്ലംബിംഗ് വർക്കാണ്. ബാത്റൂമിൻ്റെ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്ലോറിലൂടെ പൈപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്ലംബിംഗ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ നമ്മുടെ വേസ്റ്റ് ട്രാപ്പ് വെക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ക്ലോസറ്റ് വെക്കുന്ന സ്ഥലവും നമ്മൾ മുൻകൂട്ടി കസ്റ്റമറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ തറക്ക് ഇട്ടുള്ള ഗ്യാപ്പ് ആദ്യം നമുക്ക് തെളിയിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒരു പിക്കാസ് ഉപയോഗിച്ച് ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്താൽ നമുക്ക് ആ ഹോള് ക്ലിയറായിട്ട് ഓപ്പൺ ആക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് പൈപ്പ് ഇടുന്നതിന് വേണ്ടിയുള്ള ഹോള് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുന്ന് മുതൽ നമ്മുടെ ട്രാപ്പ് വെക്കുന്ന സ്ഥലം വരെയും അതുപോലെ തന്നെ ക്ലോസറ്റ് വെക്കുന്ന സ്ഥലം വരെയും നമുക്ക് ചാല് കീറേണ്ടതുണ്ട്. ഫ്ലോറിലൂടെ പൈപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെൽറ്റിൻ്റെ ലെവലിൽ നിന്ന് ഏകദേശം ഒരു 3 ഇഞ്ച് താഴ്ന്നിട്ട് നമ്മുടെ പൈപ്പ് കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. മൂടിപ്പോകേണ്ട ലെവലിലാണ് നമുക്ക് മണ്ണെടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് താഴ്ചയിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് ട്രാപ്പിൻ്റെ നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് പിന്നീട് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമുക്ക് നല്ല താഴ്ചയിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 4 ഇഞ്ച് പൈപ്പ് നമുക്ക് സെപ്റ്റി ടാങ്ക് കുറച്ച് ദൂരമാണെങ്കിൽ തന്നെ നമുക്ക് ഫിറ്റിങ്സ് ഇടാൻ വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ ക്ലോസറ്റിൻ്റെ അളവ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഭിത്തിയിൽ നിന്ന് ഒരു 18 ഇഞ്ചാണ് നമ്മൾ വെക്കാറ്. അപ്പോൾ നമ്മുടെ ടൈൽസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു 18 അല്ലെങ്കിൽ ഒരു 17.5 കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഭിത്തിയുടെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ക്ലോസറ്റിലേക്ക് സെറ്റ് ചെയ്യുന്നത്, നമ്മൾ ക്ലോസറ്റ് ഇപ്പോൾ സൈഫോണിക് ടൈപ്പാണ് വെക്കുന്നതെങ്കിൽ 300 mm ക്ലോസറ്റാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 12 ഇഞ്ചിന് നമ്മളൊരു 13 ഇഞ്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 1 ഇഞ്ച് ടൈൽസിൻ്റെ കനം വന്നാൽ നമുക്ക് കറക്റ്റ് 12 ഇഞ്ച് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് നമ്മുടെ ഭിത്തിയിലേക്ക് കറക്റ്റായിട്ട് ചേർന്നിരിക്കുന്നതാണ്. ക്ലോസറ്റിലെ പൈപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ഫിറ്റിങ്സ് 4 ഇഞ്ചിൻ്റെ ഒരു എൽബോയും അതുപോലെ തന്നെ 4 ഇഞ്ചിൻ്റെ ഷോർട്ട് ബെൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോൾവെൻറ്റ് ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്യുന്നത്. നാലിഞ്ചിൻ്റെ പൈപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് നമ്മളൊരു 10 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് ഫ്ലോറിലേക്ക് ഒരു 4 ഇഞ്ച് പീസ് മുകളിലേക്ക് വെക്കുന്നതാണ്. അതിൽ നിന്ന് ബാക്കിൽ നിന്ന് നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 13 ഇഞ്ചും അതുപോലെ തന്നെ 4 ഇഞ്ചിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളൊരു 18 ഇഞ്ചുമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് പുറത്തേക്ക് പൈപ്പ് കണക്ട് ചെയ്യാനുള്ള നീളവും ഇതുപോലെ അളന്നതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് പുറത്തേക്ക് പൈപ്പ് ഇടുന്ന സമയത്ത് നമ്മുടെ അടിത്തറയുടെ തള്ളുകൂടി കണക്കിലെടുത്തുകൊണ്ട് കറക്റ്റ് ഇടുകയാണെങ്കിൽ പിന്നീട് നമുക്ക് പൈപ്പിൻ്റെ വേസ്റ്റേജ് വരുന്നത് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. പൈപ്പ് സെറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലോറിൽ വെച്ചതിന് ശേഷം കറക്റ്റ് ലെവൽ സ്പിറ്റ് ലെവൽ വെച്ചിട്ട് കറക്റ്റ് ലെവലാക്കേണ്ടതാണ്. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ മെഷർമെൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്.
നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്പിരിറ്റ് ലെവൽ പുറത്തേക്ക് പോകുന്ന പൈപ്പിൻ്റെ ഒരു നൂൽക്കനം മാത്രമേ നമുക്ക് സ്ലോപ്പ് ആവശ്യമുള്ളൂ. ഓവർ നമ്മൾ സ്ലോപ്പ് വെച്ച് നമുക്ക് അവിടെ ഫിറ്റിങ്സ് ഇടുമ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് ക്രോസായി നിൽക്കാനും അതുപോലെ തന്നെ ഡോർബൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു സ്ലോപ്പ് ഇടുകയാണെങ്കിൽ നമുക്ക് ഫിറ്റിങ്സ് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇറക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ 4 ഇഞ്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോർ ട്രാപ്പ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഫ്ലോർ ട്രാപ്പ് സുപ്രീം എന്ന കമ്പനിയുടെ ഫ്ലോർ ട്രാപ്പാണ്. മൾട്ടി ട്രാപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വാഷ് ബേസിന് കണക്ട് ചെയ്യേണ്ട കാരണം മൾട്ടി ട്രാപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഫ്ലാപ്പ് നമുക്ക് 4 ഇഞ്ച് പൈപ്പ് അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫ്ലാപ്പ് ഊരിയെടുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ഫ്ലാപ്പിന് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. ചില വ്യക്തികൾ ആ ഫ്ലാപ്പ് ഊരി കളയാറുണ്ട്. ഇപ്പോൾ 4 ഇഞ്ച് നമുക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലാപ്പ് ഒരിക്കലും എടുത്ത് മാറ്റാൻ കഴിയുന്നതല്ല. ഇപ്പോൾ നമ്മുടെ ഫ്ലോറിലുള്ള പൈപ്പിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു ബാത്റൂം വാഷ് ബേസിൻ്റെ ലൈനും നമ്മൾ മൾട്ടി ഫ്ലോർ ട്രാപ്പുകളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഔട്ട് കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ബാത്റൂമിൻ്റെ ഔട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് ട്രാപ്പിൻ്റെ മുകളിലേക്കായിട്ടൊരു 6 ഇഞ്ചിൻ്റെ നീളമുള്ളൊരു പീസ് നമ്മൾ മുകളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലോറിൽ നിന്ന് പരമാവധി നമ്മൾ ഈ പൈപ്പിൻ്റെ സൈഡിലേക്ക് ഒരു മിനിമം ഒരു 5 ഇഞ്ചേലും വെക്കേണ്ടതാണ്. എന്നാലാണ് ടൈൽസ് വെക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് നമ്മുടെ ഫ്ലോർ ട്രാപ്പ് സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാപ്പിൻ്റെ കറക്റ്റ് ലെവലാക്കി സെറ്റ് ചെയ്യേണ്ടതാണ്. എന്നാലേ നമുക്ക് ആ ട്രാപ്പിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ട്രാപ്പ് ചെരിഞ്ഞിരുന്നാൽ നമുക്ക് അതിലേക്കൂടെ കൊതുകും പ്രാണികളെല്ലാം നമ്മുടെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ്. നമ്മളത് 4 സൈഡ് നന്നായി കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതുപോലെ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ആ ട്രാപ്പിന് ഒന്നുകൂടി സ്ട്രെങ്ത്ത് കൂടുതൽ കിട്ടുന്നതാണ്. നമ്മുടെ പൈപ്പിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മണ്ണെല്ലാം നമ്മൾ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യാനുള്ള ലെവലിനാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബാത്റൂം പ്ലംബിംഗ് വർക്കും പൈപ്പിങ്ങിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.